നമസ്കാരം. വോയിസ് ഓഫ് പീപ്പിളിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് മറ്റൊരു ക്വസ്റ്റ്യനുമായിട്ടാണ്. ഇന്നത്തെ ജീവിത സാഹചര്യത്തിൽ മാസം എത്ര രൂപ സാലറി കിട്ടിയാലാണ് നിങ്ങൾ ഓരോരുത്തരും പ്രതീക്ഷിക്കുന്നതെന്ന് നമുക്ക് ഓരോരുത്തരോടും ചോദിച്ചറിയാം. അസോസിയേറ്റ് സ്പോൺസേഡ് ബൈ ശ്രീനാരായണ ആയുർവേദിക് ഹോസ്പിറ്റൽ കളിക്കവിള, രത്നകല ഫാഷൻ ജ്വല്ലറി, കൈരളി കോളേജ് ഊരംവിള ആൻഡ് വ്ലാത്താങ്കര, മാർജിൻ ഫ്രീ ആൻഡ് ഫുഡ് വെയർ നെയ്യാറ്റിങ്കര. മന്ത്ലി എത്ര രൂപ എക്സ്പെക്ട് ചെയ്യുന്നു? ഒരു മാസം 50,000 ഒക്കെ ഒരു ഫാമിലി ആണെങ്കിൽ മൊത്തം ഫാമിലിക്ക്. ഇപ്പൊ പിള്ളേരനുസരിച്ച് കൂടും അവരുടെ ചെലവ്. അങ്ങനെ പിന്നെ വീട്ടിലാണെങ്കിൽ കൊച്ചു പിള്ളേരെ വിടണം. പിന്നെ ഫാമിലി ഓരോരുത്തർക്കും എല്ലാവർക്കും ജോലി വേണം. അപ്പം അതിൽ തന്നെ അവര് പെയിൻ എടുത്തിട്ടായിരിക്കുമല്ലോ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരുടെ ആ സമയത്തിനും വിലയുണ്ട്, അവർ ചെയ്യുന്ന വർക്കിനും വിലയുണ്ട്. അപ്പൊ അതിന്റെ അനുസരിച്ച് അത് അവർ അർഹിക്കുന്നുണ്ട്. എത്ര പേ ആണെങ്കിലും അത്രയും മാക്സിമം കൊടുക്കുക. പക്ഷെ നമ്മുടെ നാട്ടില് അത്രയും കൊടുക്കാൻ അത് ഇല്ല. പിന്നെ ഡെവലപ്മെന്റ് ആണെങ്കിലും അതിന്റെ സമയം പോകും. അത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രി ആണെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് കുറച്ചും കൂടെ സമയവും കുറച്ച് കിട്ടും. ഇപ്പൊ തന്നെ ട്രെയിൻ ആണെങ്കിലും ബസ്സിനാണെങ്കിലും അതിന്റെ ട്രാവലിംഗ് കോസ്റ്റ് അങ്ങനത്തെ എല്ലാം. പിന്നെ ഇപ്പൊ ടോയ്ലറ്റ് ആണെങ്കിൽ പോലും അതിന്റെ ഫെസിലിറ്റി, പബ്ലിക് ഫെസിലിറ്റി ഭയങ്കര കുറവാണ്. പബ്ലിക് ഫെസിലിറ്റീസ് വരികയാണ് ഏറ്റവും ഗവൺമെന്റ് മെയിനായിട്ട് ചെയ്യേണ്ടത്. ഈ പബ്ലിക് ഫെസിലിറ്റീസ് ഡെവലപ്പ് ആക്കുകയാണ്. ഇയാൾ എത്ര രൂപയാണ് ഒരു മന്ത്ലി സാലറി ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു 25-50 റേഞ്ച് ഒരാൾക്ക് മിനിമം വേണ്ടി വരും. എന്നാലേ നമുക്ക് ഇന്നത്തെ ഒരു അല്ലെ ജനറേഷനിൽ പിടിച്ചിരിക്കാൻ പറ്റത്തുള്ളൂ. 100 രൂപ ഇല്ലാതെ ഒരു കട കയറാൻ പറ്റാത്ത. തീർച്ചയായും. അപ്പൊ അതിനനുസരിച്ച് ചെലവും ഉണ്ട്. അതുകൊണ്ട് സാലറി കൂടുതൽ തന്നെയാണ് എക്സ്പെക്ട് ചെയ്യുന്നത് അല്ലെ? 50,000 രൂപയാണ്. അത്രയുണ്ടെങ്കിൽ പറ്റത്തുള്ളൂ. ലോൺ, പിള്ളേരുടെ എഡ്യൂക്കേഷൻ ഫീസ്, ബാക്കിയെല്ലാം കൂടെ ഒരുമിച്ച് അതാണ് അല്ലെ? പഴയ കാലത്ത് ഇങ്ങനെയൊന്നുമില്ല അല്ലെ? കുറച്ച് കാശ് ഉണ്ടെങ്കിലും ജീവിക്കാൻ പറ്റുന്നതാണോ? കോസ്റ്റ് ഓഫ് ലിവിംഗ് കൂടുതലല്ലേ, എല്ലാത്തിനും റേറ്റ്, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗും മാറ്റമല്ലേ. അതെ. കുട്ടികളുടെ അല്ലെ എഡ്യൂക്കേഷൻ ആയാൽ പോലും അല്ലെ എല്ലാത്തിനും എമൗണ്ട് കൂടുതലാണ്. അതുകൊണ്ടാണ് ഇപ്പോഴത്തെ കാലം അല്ലെ 50,000 രൂപ ഉണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് 1 മന്ത് പോകാന്നാണ് പറയുന്നത്. 50,000 രൂപയെങ്കിലും മിനിമം വേണം, എന്നാൽ തന്നെ ജീവിക്കാൻ പറ്റത്തുള്ളൂ. പണ്ടൊന്നും അത് വേണ്ട. നമ്മുടെയൊക്കെ ചെറുപ്പത്തിലൊന്നും ചില വീട്ടുകാർ വിചാരിച്ചു കഴിഞ്ഞാൽ 5,000 രൂപയൊക്കെ മതി. അന്നത്തെ വാല്യൂ ഇന്നത്തെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അന്ന് 5,000 രൂപയാണെങ്കിൽ 50,000 രൂപ വാല്യൂ. അതെ. നമ്മളിപ്പോൾ ആൾക്കാർ ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. ഇപ്പോഴത്തെ പിള്ളേരൊന്നും അങ്ങനെ പഠിക്കുന്നില്ല. CBSE സിലബസ് അങ്ങനെ. അപ്പോ പഴയ കാലത്തേക്കാൾ ഒരുപാട് ഡിഫറന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഡിഫറന്റ് സാധനങ്ങൾക്ക് തന്നെ വില അറിയാലോ. അതെ, തീർച്ചയായും. അപ്പൊ അങ്ങനെ അതുകൊണ്ട് അല്ലെ എല്ലാത്തിനും കോസ്റ്റ് കൂടിയത് കൊണ്ട് നമുക്ക് സാലറിയും എത്ര കിട്ടുന്നോ അത് വെച്ച് ജീവിച്ചു. മിനിമം ഒരു ഇത്ര രൂപ സാലറി ആക്കണമെന്നാണ് പറയുന്നത് അല്ലെ? മിനിമം വേജൻസ് പറഞ്ഞപ്പോൾ ഒരു ദിവസം 10,000 രൂപയെങ്കിലും ഇല്ലെങ്കിൽ ഒന്നും നടക്കത്തില്ല. സാധാരണക്കാർക്ക് അത് വേണം, നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക്. പിന്നെ EMI ഒക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞ പോലെ 50,000 രൂപയെങ്കിലും വേണം. ആഡംബര ജീവിതം ഇല്ലാതെ തന്നെ നമുക്ക് എങ്ങനെയായാലും ഒരു 50,000 എങ്കിലും വേണം. കാരണം ഇപ്പൊ ഇംഗ്ലീഷ് മീഡിയത്തിലല്ലേ എല്ലാ പേരന്റ്സ് മക്കളെ പഠിപ്പിക്കുന്നത്. നല്ലൊരു എഡ്യൂക്കേഷൻ കിട്ടട്ടെ എന്ന് വെച്ചിട്ട് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് സ്കൂൾ ഫീസ് ആയാലും ബസ് ഫീസ് ആയാലും ഇടയ്ക്കിടയ്ക്ക് വരുന്ന ഫീസുകളായാലും നമുക്ക് അത് തന്നെ ഒരു വലിയ എമൗണ്ട് ആണ്. പിന്നെ വീട്ടിൽ ചിലവെല്ലാം കൂടി നടത്തി കൊണ്ടുപോകണമെങ്കിൽ വല്ലപ്പോഴെങ്കിലും അവരെ പുറത്തൊക്കെ കൊണ്ടുപോകണമല്ലോ. അപ്പൊ അതല്ലേ ഒരു എന്റർടൈൻമെന്റ് വേണമല്ലോ. തീർച്ചയായും. എങ്ങനെയായാലും വേണം, അതുണ്ടെങ്കിലേ പറ്റൂ. ഒരു മുൻകാലങ്ങളിൽ ഇത്രയൊന്നും ആവശ്യം ആയി വന്നിട്ടുണ്ടോ? മുൻപത്തെ പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ ലൈഫ് ജീവിത സാഹചര്യം. മുമ്പത്തെ പോലെ എന്തൊക്കെയാണ് ചേഞ്ചസ് ആയിട്ട് തോന്നിയിട്ടുള്ളത്? എല്ലാം വില കൂടി, ഇവിടുത്തെ രീതികളെല്ലാം മിനിറ്റുകൾ കഴിയുന്തോറും മാറ്റങ്ങൾ വരെ. എന്തിനും നമ്മള് പൈസ ഇല്ലാതെ നടക്കാൻ പറ്റും. ഞാൻ വിദേശത്താണ്, ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും എനിക്ക് ഒരു മാസം ഇവിടെ പിടിച്ചിരിക്കുമ്പോ നമ്മളെ കൊണ്ടുവരുന്ന പൈസ എല്ലാം തീരെ. തീർച്ചയായും. അത്രയും സാധനങ്ങൾക്കെല്ലാം വില കൂടിയിട്ടുണ്ട്. എവിടെ ചെന്നാലും പൈസ ഒരു 10-15-20 വർഷങ്ങൾക്ക് മുമ്പ് അല്ലെ മന്ത്ലി അല്ല എത്ര രൂപയുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയും ശരാശരി ഒരു ജീവിതം അല്ലെ അഡ്ജസ്റ്റ് പോവായിരുന്നു. ഇപ്പൊ അത് പറ്റത്തില്ല. ഇപ്പൊ കുട്ടികളെല്ലാം ഇവിടെ തന്നെ വിദ്യാഭ്യാസം നൽകാതെ പുറത്തൊക്കെ കൊണ്ടുപോവാണ് അല്ലെ? പുറത്താണ് കൂടുതലും കൊണ്ടുപോകണം. എല്ലാവരും പൈസ ഉള്ള ആൾക്കാരെല്ലാം അങ്ങോട്ടോട്ട് മാറിയാണ്. കാരണം ഇവിടത്തെക്കാട്ടി സുഖം പുറത്തോട്ട് കുറച്ചുകൂടെ അല്ലെ പുറത്ത് പോകുമ്പോ കുറച്ചും കൂടെ ബെറ്റർ ആയി വരുമെന്നാണ് അല്ലെ? കുറച്ച് ലൈഫ് ഫുൾ സെറ്റിൽ ഓപ്പർച്യൂണിറ്റീസും ജോലിയൊക്കെ അവിടെയാണല്ലോ കൂടുതലും. അതുകൊണ്ട് എല്ലാരും അങ്ങോട്ടും പോകുന്നുണ്ട്. 50,000 രൂപ കൂടുതലും പ്രതീക്ഷിക്കുന്നുണ്ട് അല്ലേ? അതിൽ കൂടുതൽ ഉണ്ടെങ്കിലേ ഇവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ അല്ലെ? ഞാൻ പുറത്തായോണ്ട് എനിക്ക് ഇവിടെ ആകുമ്പോ അത്രയും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. പൈസ തികയുന്നില്ല അത്ര ഇതാണ്. അപ്പൊ അല്ലെ ശരാശരി ഒരു മീഡിയം ഫാമിലിക്കൊക്കെ അല്ലെ ജീവിക്കണമെങ്കിൽ അല്ലെ നല്ല വേണം. ഫോട്ടോഗ്രാഫി മേഖലയിൽ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നല്ലൊരു എമൗണ്ട് വേണം. എത്ര രൂപയാണ്? കാര്യങ്ങളും ക്യാമറ കൊണ്ടുപോയി തന്നെ ആയാലും കാറും കാര്യങ്ങളും എല്ലാം വേണം. EMI ഒരു 10-60,000 ഉണ്ടെങ്കിൽ ചെറുപ്പം
അത്രയും വേണം അല്ലേ? അത്രയും വേണം. ഒരു 10-15 വർഷങ്ങൾക്ക് മുമ്പ് ഇത്രയൊന്നും പൈസ ഇല്ലേ? ഒരു ഇല്ലായിരുന്നു. 10,000 രൂപയുടെ കണക്കൊന്നും വേണ്ടായിരുന്നു ഇല്ലേ? ആ. ഇപ്പൊ എന്തൊക്കെ വ്യത്യാസങ്ങളാണ് വന്നിട്ടുള്ളത്? ഇപ്പൊ എന്ന് പറഞ്ഞാൽ EMI വലിയൊരു സംഭവമാണ്. നമ്മളെല്ലാത്തിനും EMI ആയതുകൊണ്ട് നമ്മളത് വാങ്ങാൻ നോക്കും. ഓക്കെ. മറ്റേത് നേരത്തെ അങ്ങനെ അല്ലായിരുന്നല്ലോ, അങ്ങനെ റെഡി ക്യാഷ്. ഇപ്പം തന്നെ കടക്കാർക്കും ഭയങ്കര ലാഭം എന്ന് പറഞ്ഞാൽ EMI അതെ അതെ. സാധനങ്ങൾ വിറ്റഴിഞ്ഞ് പോകുന്നുണ്ട്. അവർക്ക് അതാണ് കിട്ടുന്നുണ്ട് അല്ലേ? കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ പല സാധനങ്ങളും മേടിക്കാൻ ബാധാവുന്നു. ഓക്കെ ഓക്കെ. അപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ മാസം 60,000 രൂപ ഉണ്ടെങ്കിൽ സെക്യൂർ ആവും എന്നാണ് പറയുന്നത്. സെക്യൂർ ആവും. അതാ Secure. സെക്യൂർ ആവത്തില്ല. പിന്നെ 60,000 രൂപ വരുമ്പോഴത്തേക്ക് അതിൽ കൂടുതൽ ആവശ്യങ്ങൾ വീണ്ടും വരും. അതെ, നമുക്ക് അല്ലെ ക്യാഷ് എത്രത്തോളം ആവശ്യം വരുന്നു അതിനേക്കാളും ഇരട്ടി. ഇപ്പൊ എന്റെ സാഹചര്യത്തിൽ പറയുകയാണെങ്കിൽ അത്രയും കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ ലോൺ അടച്ചു പോയി അത്യാവശ്യം കുറെ സേവിങ്സുമായിട്ട് പോകാൻ പറ്റും. ചിലവനുസരിച്ചാണെങ്കിൽ ഒരു ദിവസം 500 രൂപ ഉണ്ടെങ്കിൽ ഒരുവിധം പിടിച്ചു നിൽക്കാം. പിടിച്ചു നിൽക്കാൻ പറ്റും. പഴയ കാലത്ത് നിങ്ങളുടെയൊക്കെ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ്? അന്നൊക്കെ ആണെങ്കിൽ ഇത്രയും ചിലവൊന്നും ഇല്ല. ചെലവില്ല. ഇതിന്റെ പകുതി പൈസ പോലും വേണ്ട. സാലറി ഒക്കെ വളരെ വളരെ കുറവായിരുന്നു. എന്നാലും കുറച്ച് മിച്ചം വരും. പൈസ കരുതാൻ പറ്റും അല്ലേ? കരുതാൻ Save ചെയ്യാൻ പറ്റും. ഒന്നും കരുതാൻ പറ്റില്ല. പറ്റില്ല. അപ്പൊ ആ ഒരു ഓരോ ദിവസവും കഴിയും തോറും പൈസ കൂടുന്നതല്ലാതെ കുറയുന്നില്ല സാധനങ്ങൾക്ക്. മക്കളൊക്കെ ഉണ്ടാവുമല്ലോ. മക്കൾക്ക് എത്ര രൂപ സാലറി ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പിടിച്ചു നിൽക്കാൻ പറ്റും ഒരു മാസം? മക്കൾക്ക് ഒരു 25 രൂപയെങ്കിലും മിനിമം ഉണ്ടെങ്കിൽ ഒരുവിധം പിടിച്ചു നിൽക്കാൻ പറ്റും. അല്ലാതെ ഒരിക്കലും പറ്റില്ല. അതും ഭാര്യയും ഭർത്താവിനും ജോലി ഉണ്ടെങ്കിൽ തന്നെ ഇന്നത്തെ അതെ, വലിയ പാടുതാണ് അല്ലേ? പിന്നെ ഇപ്പൊ പഴയ കാലത്ത് അങ്ങനെയില്ല. നാഥൻ മാത്രം ജോലി ചെയ്ത് എന്നാലും മിച്ചം വരും. ഇന്നതില്ല. അന്ന് 50 രൂപ വാങ്ങിക്കുന്ന മലക്കറി തന്നെ 120 രൂപ. അതെ, തീർച്ചയായും. അതുപോലെ 100 രൂപയ്ക്ക് വാങ്ങിക്കുന്ന മീന് എല്ലാത്തിനും വില 300-400 രൂപ കൊടുത്താലേ ഇന്ന് വാങ്ങിക്കാൻ പറ്റും. കുട്ടികളുടെ ഫീസ് കാര്യങ്ങളെല്ലാം കൂടെ ആകുമ്പോൾ ഒരു 25,000 ഉണ്ടെങ്കിൽ ഒരു മാസം സാറ്റിസ്ഫൈഡ് ആണോ? സാറ്റിസ്ഫൈഡ് അങ്ങനെയല്ല, ഒരു 20 എങ്കിലും പ്രതീക്ഷിക്കണമല്ലോ. പ്രതീക്ഷിക്കുന്നത് അത്രയ്ക്ക് ചിലവ് കൂടുതലെന്നാണോ ഇന്നത്തെ ഒരു? ചെലവ് നമ്മളിപ്പോ ഒരു 500 റുപ്പീസ് ആയിട്ട് നമ്മളിപ്പോ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോവാണെങ്കിലും ആ 500 റുപ്പീസും തീർന്ന് ബാക്കി നമ്മൾ കയ്യിൽ നിന്നിട്ട് കൊടുക്കേണ്ട അവസ്ഥയാണല്ലോ ഇപ്പം. എല്ലാവർക്കും അറിയാന്നുള്ള സാഹചര്യമാണല്ലോ. അതെ. കുട്ടികളുടെ അല്ലെ എഡ്യൂക്കേഷന്റെ കാര്യത്തിലായാലും അല്ലെ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള എല്ലാം കൂടെ 25-ന് നിർത്താം. അത്ര ഉണ്ടെങ്കിലും അല്ലെ ഒരു ഫാമിലി എങ്ങനെ കൊണ്ടുപോകാന്നാണ് പറയുന്നത്. ഓരോ സാഹചര്യം അനുസരിച്ചാണല്ലോ. ഇപ്പൊ ഓരോ ലൈഫ് സ്റ്റൈലിലുള്ള ഫാമിലി ആയിരിക്കുമല്ലോ. അതെ, തീർച്ചയായും. അല്ലെ, ഇപ്പൊ നമ്മുടെ നല്ല ക്യാഷ് ഉള്ള ടീംസും കാണും, അല്ലാത്ത ഫാമിലി ഉണ്ടാവും. അപ്പൊ അത് ഓരോരുത്തരുടെ ജീവിത ശൈലി അനുസരിച്ച് ഓരോ ചെലവുകൾ അങ്ങനെ. എന്തായാലും താങ്കൾ ആഗ്രഹിക്കുന്നത് 25,000 റുപ്പീസ് ഉണ്ടെങ്കിൽ ഒരു 20ക്ക് നമുക്ക് നല്ല ഒതുക്കാം അല്ലേ? ഒരു മാസത്തെ ചെലവ് ഒതുക്കി പോവാം എന്നാണ്. അതിൽ കുറച്ച് നടത്തുന്നവരും കാണും. അതെ, ചുരുക്കുന്ന അല്ലെ, ചെലവ് ചുരുക്കി ജീവിക്കുന്നവരുണ്ട് അല്ലെ. അല്ലാതെ കുറച്ച് ഫിനാൻഷ്യലി പ്രോബ്ലം ഇല്ലാത്ത ആരുമില്ല അല്ലേ? മാക്സിമം ഒരു 20,000 രൂപയൊക്കെ ഉണ്ടെങ്കിലേ പറ്റൂ. സ്കൂള് പിള്ളേരെ പഠിത്തം. അതെ, പിള്ളേര് പഴയ പോലെ അല്ലെ ഗവൺമെന്റ് സ്കൂളിലൊന്നും അല്ല വിദ്യാഭ്യാസം നേടുന്നത്, എല്ലാം CBSE അല്ലേ? പിന്നെ പിള്ളേരല്ലേ അസുഖങ്ങൾ വരും, ആശുപത്രി ചെലവ് അങ്ങനെയൊക്കെ വരുമ്പോ 20,000 രൂപ വേണം. അത്ര രൂപ ആണ്. 20,000 രൂപ ഉണ്ടെങ്കിൽ മന്ത്ലി പിടിച്ച് നിക്കാം. വണ്ടി ഫീസ്, സ്കൂൾ ഫീസ്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ. പിന്നെ അതിന്റെ ഇടയിൽ പിള്ളേർക്ക് അസുഖം വന്ന അങ്ങനെ. ഈ 20,000 രൂപ കിട്ടിയ ചേട്ടൻ സാറ്റിസ്ഫൈഡ് ആണ്? മാസം കിട്ടണം. അതെ, മാസം കിട്ടിയ സാറ്റിസ്ഫൈഡ് ആണ്. 30,000 രൂപ ഉണ്ടെങ്കിൽ ഫാമിലി കൊണ്ടുപോകാൻ അല്ലേ? പഠനം, എല്ലാ കാര്യവും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായാലും എല്ലാത്തിലും അത്രയും രൂപ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണ് ഇത്രയും രൂപ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാൻ കാരണം എന്താണ്? വിദ്യാഭ്യാസമാണ് മെയിൻ ആയിട്ട്. വിദ്യാഭ്യാസത്തിന്റെ കാര്യമാണ്. പിന്നെ പുറത്തൊക്കെ പോകാൻ ഇല്ലെങ്കിൽ വിദ്യാഭ്യാസ ചെലവും പിന്നെ ദൈനംദിന കാര്യങ്ങൾ. ദാരിദ്ര്യം ഇല്ലാതെ പോകണമെങ്കിൽ അത് വേണ്ടേ? പഴയ കാലത്ത് ഇങ്ങനെയൊന്നും ഇത്ര വേണ്ടിയതില്ല. കൂട്ടുകുടുംബം അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? എല്ലാം ഇൻഡിപെൻഡന്റ് ആയിട്ടല്ലേ? അതെ. ഇന്ന് എല്ലാവരും അല്ലെ സെപ്പറേറ്റ് ആയിട്ട് പിന്നെ റെന്റിനായിട്ട് അല്ലെ വീടൊക്കെ എടുക്കും. അതിനുള്ള അത് വീണ്ടും മാറും. അതെ. പഴയ കാലത്തെക്കാളും ഒരുപാട് കാര്യത്തിലല്ലേ ഇപ്പൊ GST ബില്ല് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതോടെ നമുക്കിപ്പോ ഒരു ഡ്രസ് പർച്ചേസ് ചെയ്താലും പലതരത്തിലുള്ള സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ഇന്നൊരു ഒരു ദിവസം തന്നെ പുറത്ത് എത്ര രൂപ കൊണ്ടുപോയാൽ നമുക്കിന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും എന്ന് പറയാൻ പറ്റുമോ? ഒരു മിനിമം ഒരു ഫാമിലി പോണെങ്കിൽ 1,000 രൂപ കുറഞ്ഞതും പുറത്ത് പോയിട്ട് ഫുഡ് അങ്ങനെ ഉള്ള കാര്യങ്ങൾ നമ്മള് കൂടുതലും ഫാസ്റ്റ് ഫുഡ് ആണല്ലേ പിന്നെ വീണ്ടും വേണ്ടി വരും. കിട്ടുന്നത് കൊണ്ട് തികയുന്നില്ലെന്നാണ്. ഒരിക്കലും തികയത്തില്ല. കാര്യം നമുക്ക് പൊതുവെ തന്നെ ഇപ്പൊ സാധനത്തിനായാലും ഓരോ ദിവസം കൂടുന്നവരും സാധനത്തിന് വില കൂടിക്കൊണ്ടിരിക്കുക. പിന്നെ കുഞ്ഞുങ്ങളുടെ പഠിത്തമായാലും നമ്മുടെ വീട്ടുകാര്യങ്ങളായാലും നമ്മള് ഇപ്പം കിട്ടുന്നതിനായിട്ട് ഒന്നും ആവുന്നില്ല. എന്നാലും എത്ര രൂപയാണ് ചേച്ചി? എന്താ പറയാ, എനിക്ക് ഇത്ര രൂപ 20 ആയാലും 40 ആയാലും
നമുക്ക് ഓരോ ദിവസം ഓരോ ചെലവ് കൂടിക്കൊണ്ടിരിക്കുക മാറുമ്പോ ഒന്ന് അല്ലെ വന്നുകൊണ്ടേയിരിക്കുക. ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായാലും അല്ലെ. ആ. അപ്പോ ഇപ്പൊ ചേട്ടന്റെ വരുമാനം ഒരാളുടെ വരുമാനത്തിലാണോ നിങ്ങൾ അല്ല, രണ്ടുപേരും ജോലി ചെയ്യുന്നുണ്ട്. എങ്ങനെ ഈ ഒരു എമൗണ്ടിൽ പോകാൻ പറ്റുന്നുണ്ടോ ഇന്നത്തെ ഈ ഒരു ഇപ്പോഴത്തെ ഒരു ഇതില് നമ്മള് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോവുകയാണ്. ചെലവ് ചുരുക്കി പോവാണ്? അല്ല, ഞങ്ങളെ സംബന്ധിച്ചപ്പോ ഞങ്ങളെന്ന് പറഞ്ഞാൽ മൺട്രോത്തുരുത്ത് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എവിടെയാണ്? കൊല്ലം മൺട്രോത്തുരുത്ത്. ആ, ഓ ശരി. അപ്പൊ അവിടെ സംബന്ധിച്ച് പിന്നെ ഞങ്ങളുടെ ഒരു ജീവിത സാഹചര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ് ജീവിക്കാൻ പറ്റും. അങ്ങനെ ഒരു ബന്ധം കൊണ്ട് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് പോകും. ഈ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയ ടിപ്സ് ഒക്കെ എന്താണ് പറയാനുള്ളത്? നമുക്ക് ഫാമിലിയിൽ എങ്ങനെയൊക്കെ ക്യാഷ് എങ്ങനെയൊക്കെ സേവ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ? ഇപ്പൊ നമുക്കൊക്കെ അത്രയ്ക്ക് വലിയ വരുമാനമൊന്നുമില്ല, സേവിങ്സിലുള്ള വലിയ വരുമാനമൊന്നുമില്ല. എന്നാലും യാത്രകള് അല്ലേ, ഒരുപാട് ഈ ഫാസ്റ്റ് ഫുഡ് ഒക്കെ കഴിക്കുന്നോണ്ടാണല്ലോ ഈ ഫുഡ്. നമ്മുടെ അവിടെ ഫാസ്റ്റ് ഫുഡിന്റെ ആവശ്യമില്ല, ആവശ്യമില്ല വരുന്നില്ല. കാരണം വെച്ചാൽ നമുക്ക് അവിടെ തന്നെ അത്യാവശ്യം നമ്മുടെ സാഹചര്യത്തിൽ മീൻ പിടിച്ച് തന്നെ കാര്യങ്ങളെല്ലാം ഫിഷറിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണോ? അപ്പൊ ഇപ്പൊ നിങ്ങളുടെ രണ്ടുപേരും സാലറിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ട് പോവാണോ? ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതാണ്. ചെലവ് ചുരുക്കി അല്ലെ, അത്യാവശ്യം അല്ലെ, മക്കളുടെ കാര്യം നോക്കി പോവാണ്. അപ്പൊ എന്നാലും ചേട്ടൻ ഒരു ഉദ്ദേശം, ഒരു എമൗണ്ട് കാണത്തില്ലേ, ഒരു കാൽക്കുലേഷൻ ഉണ്ടാകത്തില്ലേ? ഇത്ര രൂപ ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ ഒരു മാസം നമ്മള് പിള്ളേരുടെ പഠിത്തവും കാര്യങ്ങളും എല്ലാം വെച്ചാണെങ്കിൽ മാക്സിമം ഒരു 35 ഉണ്ടെങ്കിൽ തന്നെ പറ്റത്തുള്ളൂ. ഒരു 40 കിട്ടിയാലും 40,000 ആയാലും നമ്മുടെ ഇപ്പോഴത്തെ ആ ഒരു ലൈഫ് കൊണ്ടുപോകാനായിട്ട് ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളുടെ പഠനം, ബാക്കി എന്താണ് സാധനങ്ങൾ വാങ്ങുന്നതായാലും, നമ്മളിപ്പോ ട്രാവൽ ചെയ്യുന്നതായാലും, അങ്ങനെ ഹോസ്പിറ്റലൈസ്ഡ് ആയാലും എല്ലാത്തിനും കാശ് കൂടുതലാണ്, എന്തായാലും കൂടുകയാണ്. അതിനനുസരിച്ച് ആ സാലറി ഒക്കെ വളരെ ആ എമൗണ്ട് കുറവാണ്. അപ്പൊ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഇപ്പൊ എത്രയായാലും ഇല്ലേ, എത്ര കിട്ടിയാലും നമുക്ക് നമ്മുടേതായിട്ടുള്ള ഓരോ ചെലവുകൾ അല്ല, എന്നാലും നമുക്കൊരു ഇതിൽ കാണുമല്ലോ, ഇപ്പൊ എത്ര രൂപ കിട്ടിയാലും ഒരു മാസം ഞാൻ ഇങ്ങനെ കൊണ്ടുപോകും, കവർ ചെയ്ത് കൊണ്ടുപോകും തോന്നത്തില്ല? ഒരു 45 ആ റൗണ്ട് ഒക്കെ ആണെങ്കിൽ 50 ഒക്കെ ആണെങ്കിൽ ഓൾമോസ്റ്റ് കവർ ചെയ്ത് പോകാൻ പറ്റും അല്ലേ? അപ്പോ അത്രയ്ക്ക് നമ്മുടെ ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ ചെലവുകൾ കൂടുന്നത് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ ആ സാലറി കൊണ്ട് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ലോൺസ് എടുക്കുന്നവർ ഒത്തിരി കാണും. എന്തായാലും ആ മാസം EMI അടയ്ക്കുകയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആകുമ്പോ എന്തായാലും ഇപ്പോഴത്തെ സാലറിയിൽ നമുക്ക് ബേസിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. അപ്പൊ ഇനി ഒരു 5 വർഷം മുന്നേ ഇനി വരുവാണേലും ഇതിന് എമൗണ്ട് അല്ലേ, ഈ 50,000 രൂപ പ്രതീക്ഷിക്കുകയാണെങ്കിൽ 1,00,000 രൂപ പ്രതീക്ഷിക്കേണ്ടി വരത്തില്ലേ? ഇനി കോസ്റ്റ് കൂടല്ലേ ഉള്ളൂ, സാധനങ്ങൾക്ക് എല്ലാം ഇനി എന്തായാലും കോസ്റ്റ് കൂടാണ്. ഇപ്പോഴത്തെ കാലം നമുക്ക് എക്സ്പെൻസ് കൂടുകയുള്ളൂ, അതെ. അപ്പൊ ഈ 50,000 രൂപ ഒരു 10 വർഷം കഴിയുമ്പോൾ 1,00,000 രൂപയായിട്ട് മാറും. അപ്പോൾ നമ്മുടെ ആ ഒരു ചിന്ത അപ്പോൾ ഇത്രയും കിട്ടിയാലും തികയില്ല എന്ന് വരും. മാറ്റം വരുന്നുണ്ട്, വാല്യൂ ആയിക്കൊണ്ടുവരാണ്. കാരണം ഇപ്പൊ എത്ര സാധനത്തിന് വില കൂടിയാലും നമുക്കത് വാങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര രൂപ കൊടുത്താലും വാങ്ങൂലേ? തീർച്ചയായും. അതിനനുസരിച്ച് നമുക്ക് ഇന്നത്തെ മിഡിൽ ഫാമിലി അല്ലെങ്കിൽ അതിന് താഴെയുള്ളവർക്ക് ബുദ്ധിമുട്ടാണ്, വളരെ ബുദ്ധിമുട്ടാണ്. കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയാലും കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയാലും എന്തെങ്കിലും വാങ്ങണം എന്നുണ്ടെങ്കിലും അവരുടെ ഹൗസ് ഹോൾഡ് ആക്ടിവിറ്റീസിനായാലും മൊത്തത്തില് ഇപ്പൊ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയാൽ തന്നെയും ഇപ്പൊ ഹെൽത്ത് കാർഡ് ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ വളരെ ബുദ്ധിമുട്ടല്ലേ? എന്തായാലും സാലറി കൂടുതലാവുന്നതാണ് നല്ലത്. ഒരു 10-30,000 സാലറി കൊണ്ടിട്ട് അത്യാവശ്യം ചെലവ് മുന്നോട്ട് പോകുന്നുള്ളതല്ലാതെ വേറൊരു രണ്ടുപേർക്കും ജോലി ഒരാൾക്കും ഉള്ളതാണ്. അപ്പൊ ഈ ഒരു 30,000 രൂപ മതിയാവും അത്യാവശ്യം ജീവിച്ചു പോവാം. അത്ര മന്ത്ലി ഒരു 30,000 രൂപ സെക്യൂർ ആയിരിക്കും. സെക്യൂർ എന്ന് പറയാൻ പറ്റില്ല, നമുക്ക് താൽക്കാലിക ഫുഡും അക്കോമഡേഷനും ഒക്കെ നമുക്ക് മുന്നോട്ട് പോവാം. കുട്ടികളുടെ എഡ്യൂക്കേഷൻ അല്ലേ, കാര്യങ്ങൾക്കൊക്കെ എഡ്യൂക്കേഷൻ അതൊക്കെ വരുമ്പോ ഇനി അതിലും എക്സ്ട്രാ ആവും. അല്ല, ഇപ്പോഴായാലും കുഞ്ഞുങ്ങളുടെ അല്ലെ, ഈ ഒരു KG സെക്ഷൻ ആയാൽ പോലും ഇപ്പോഴത്തെ ഈ ഒരു CBSE തീർച്ചയായിട്ടും അത് ഇപ്പൊ തന്നെ ഓരോരുത്തരും ഡൊണേഷനും ഫീസും ഒക്കെ വളരെ കൂടുതലാണ്. അത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൽ നിക്കത്തെന്ന് എനിക്ക് തോന്നത്തില്ല. അപ്പൊ ഇനി ഇങ്ങോട്ട് കൂടുന്നതനുസരിച്ച് ഈ ഒരു എമൗണ്ടിൽ നിന്ന് മാറ്റം അല്ലെ ഒരിക്കലും കുറയത്തില്ല അല്ലെ, ബഡ്ജറ്റില് കൂടുതലേ വരത്തുള്ളൂ. അത് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത് അല്ലെ. ഒരു 15 വർഷങ്ങൾക്ക് മുൻപാണെങ്കിൽ എങ്ങനെയായിരുന്നു പറയാൻ പറ്റുമോ? അത് ഓരോരുത്തരും മൂല്യമാണ്, പൈസ കാശിന്റെ മൂല്യമാണ്. ഇപ്പൊ എല്ലാത്തിനും കാശിന്റെ എമൗണ്ട് കൂടിയിട്ടുണ്ട്. ചായക്ക് തന്നെ 10-12 രൂപയൊക്കെ ആയിട്ടുണ്ട്, പണ്ട് 5 രൂപയായിരുന്നു. അതിൻ്റെതായിട്ടുള്ള മൂല്യത്തിന്റെ വ്യത്യാസമുണ്ട്. ഇപ്പൊ അല്ലേ ഒരുപാട് മൂല്യത്തിന്റെ ആ വാല്യൂ മാറ്റം വരുന്നതോടെ അല്ലെ എല്ലാത്തിനും മാറ്റം വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് പറയാനുള്ളത്? എത്ര രൂപയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഒരു 30,000 ഉണ്ടെങ്കിൽ കുഴപ്പമില്ല.
കുഴപ്പമില്ല. മുമ്പോട്ട് പോവാം. കൊണ്ടുപോകാം. പിന്നെ ഭയങ്കരമായിട്ട് ലാഭിഷമായിട്ട് ജീവിക്കാൻ പറ്റൂല. അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് മുമ്പോട്ട് പോവാന്നുള്ളതേ ഉള്ളൂ. മതി. അങ്ങനെയാണെങ്കിൽ 30,000 രൂപ ഉണ്ടെങ്കിൽ പോവാം. പിന്നെ കുട്ടിയുടെ ഇടയ്ക്ക് എന്തെങ്കിലും ഒരു അസുഖം അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അതെ, ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലേ വന്നാലും ഇപ്പൊ അത്യാവശ്യം ഫാമിലി ആകുമ്പോൾ ഹസ്ബൻഡും സെറിമണിയൊക്കെ വരും. ഇല്ലല്ലോ വീട്ടില്, പിന്നെ പാരന്റ്സ് കാണും. പിന്നെ എന്തെങ്കിലും ഇപ്പൊ ഒരു മാരേജ് വന്നാൽ നമുക്ക് അതിന്റേതായിട്ടുള്ളത് കൊടുക്കണ്ടേ, ഗിഫ്റ്റ് കാര്യങ്ങളൊക്കെ. ഗോൾഡിന്റെ റേറ്റ് അങ്ങനെയാണ്, റേറ്റ് കൂടുതലാണ്. അങ്ങനെയൊക്കെ വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ ഒരു രണ്ടുപേർക്ക് ജോലി ഉണ്ടെങ്കിൽ കുറച്ച് അടിച്ചു പൊളിച്ച് പോവാത്ര കുഴപ്പമില്ല. അപ്പോൾ ജോബ് ഒരു പാടാണ്, ഒരാൾ മെയിൻ ഘടകമാണ്. അതെ അതെ, ജോബാണ് ഏറ്റവും ഇമ്പോർട്ടന്റ്. അതുണ്ടെങ്കിൽ സെക്യൂർ ആയിട്ട് പോകാം ഒരുവിധം അല്ലെ. രണ്ടുപേർക്കും ഉണ്ടെങ്കിൽ പോവാം. 50K ഒക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ഒരു ബേസ് ഒരു സ്റ്റാർട്ടിങ്, കാരണം അത്രയെങ്കിലും ഇല്ലാതെ നമുക്ക് ജസ്റ്റ് ഒരു ബൈക്ക് ഉണ്ടെങ്കിൽ തന്നെ പെട്രോൾ അടിച്ച് പോകണമെങ്കിൽ തന്നെ നമുക്ക് പൈസ വേണമല്ലോ മാസം. തീർച്ചയായും. പിന്നെ 50K ഉണ്ടെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണ്. ആ സ്റ്റാർട്ടിങ്ങില് സ്റ്റാർട്ടിങ്ങിലാന്ന് വെച്ചാൽ ഞാൻ സിംഗിൾ ലൈഫ് ഒരു 1 lakhിന്റെ അടുത്ത് എന്തായാലും കിട്ടണം. കാരണം ഒരു ഫാമിലി ലൈഫ് ആയി കഴിയുമ്പോൾ നിലവിലിപ്പോഴും ഒരു മാരേജ് ചെയ്യുന്നിടം വരെ ഞാൻ 50K കൊണ്ട് ഞാൻ ഹാപ്പി ആയിരിക്കും. മാസം ഒരു 30 രൂപ ഉണ്ടെങ്കിൽ മാന്യമായിട്ട് ജീവിക്കാൻ പറ്റും. വേറെ പ്രശ്നമൊന്നും ഉണ്ടാവാതെ അല്ലേ, പ്രശ്നമൊന്നും ഉണ്ടാവാതെ. പിന്നെ ഹോസ്പിറ്റലായിട്ടുള്ള പ്രശ്നങ്ങൾ കേസൊക്കെ വരുമ്പോഴാണ് അധികം ചെലവാണ് നമുക്ക് വരുന്നതാണ് വിഷയം. അല്ലാതെ സാലറിയിൽ വിഷയമില്ല. കുഴപ്പമില്ല. അപ്പോ ഈ ഒരു ഇപ്പൊ കിട്ടുന്ന സാലറി സാറ്റിസ്ഫൈഡ് ആണോ ചേച്ചി? അല്ലാന്ന് പറയാം. എന്നാൽ എത്ര രൂപയാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യുന്നത്? എത്ര രൂപയാണ് പ്രതീക്ഷിക്കുന്നത്? 70-75 ഒക്കെ മതി. അത് അത്രയുണ്ടെങ്കിൽ ഇന്നത്തെ ഒരു ഇതില് പിടിച്ചിരിക്കാൻ പറ്റും അല്ലേ? കാരണം അത്രയ്ക്കുള്ള എക്സ്പെൻസ് ആയതുകൊണ്ടാണ്. ഒരുപാട് ചിലവാണ്, യാത്രകൾ അല്ലെ, പലതരത്തിലുള്ള എല്ലാം കൊണ്ടും എല്ലാ തരത്തിലും ഡ്രസ്സുകള്, പിന്നെ മക്കൾക്കുള്ള ഇതുള്ള ഉപയോഗ സാധനങ്ങളെല്ലാം വേണമല്ലോ. കോസ്മെറ്റിക്സ് അത് തന്നെയല്ല, വീടുകളിൽ ആവശ്യമുള്ളതൊക്കെ വേണമല്ലോ. എല്ലാം അല്ലെ. നമുക്ക് എന്താ പറയാ, ഒരുപാട് ഇഷ്ടപ്പെടുന്ന സാധനങ്ങളൊക്കെ ആഗ്രഹിച്ച് വാങ്ങുന്നുണ്ടെങ്കിലും നമ്മുടെ കയ്യില് ക്യാഷ് അല്ലെ അത്യാവശ്യമാണ്. ഇപ്പൊ ഉള്ളതിലൊതുങ്ങി അങ്ങനെ പോവും അല്ലെ. ചെലവ് ചുരുക്കിയാൽ നമുക്ക് ഒന്ന് ആവറേജ് കൊണ്ടുപോകാം. എന്നാലും ഇന്നത്തെ ഈ ഒരു ഇതിൽ വെച്ച് നോക്കുമ്പോൾ സാലറി ഒത്തിരി പ്രതീക്ഷിക്കുന്നുണ്ട്. ഞാൻ കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ പിന്നെ എനിക്ക് അത് വലിയ പ്രോബ്ലം ഇല്ല. ഞാൻ തന്നെ ജോലി എടുത്ത് ഞാൻ തന്നെ കുടുംബം നോക്കും. എന്തായിട്ട് വർക്ക് ചെയ്യുന്നതാണ്? ഞാൻ അവിടെ പ്ലേ സ്കൂളിൽ വർക്ക് ചെയ്യുന്നു. ഓക്കെ. അപ്പൊ അവിടെ സാലറി സാറ്റിസ്ഫൈഡ് ആണോ അവിടെ കിട്ടുന്ന സാലറി? കുഴപ്പമില്ല, ഒരു പ്രോബ്ലം ഇല്ല. കുഴപ്പമില്ല, സാറ്റിസ്ഫൈഡ് ആണ്. പിന്നെ നമുക്ക് എന്താ പറയാ, നമ്മുടെ ചെലവുകൾ അല്ലെ, നമ്മുടെ എക്സ്പെൻസ് കുറച്ച് ഒന്ന് ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോയാൽ ഒരു പ്രോബ്ലം ഇല്ല. നമ്മള് വീട്ടമ്മമാര് അതനുസരിച്ച് കുടുംബം നോക്കുകയാണെങ്കിൽ ഒരു പ്രശ്നവും എല്ലാം നല്ല സന്തോഷമായിട്ട്. മിഡിൽ ഫാമിലിയിലൊക്കെ ഉള്ളവർക്ക് എങ്ങനെ? അത് ഇപ്പത്തെ കാലത്ത് എല്ലാരും ജോലിക്ക് പോയിരിക്കണം, എന്നാലേ ഫാമിലി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. പഴയതുപോലെ അല്ല. ഇപ്പത്തെ ജനറേഷൻ ആണെങ്കിൽ അടിച്ചുപൊളി ജനറേഷൻ അല്ല. അതിന്റേതായ ചെലവുകൾ ഉണ്ടാവും. ലക്ഷറി ലൈഫ് നോക്കുകയാണെങ്കിൽ അതുകൊണ്ട് തികയത്തില്ല 30,000 കൊണ്ട്. അതല്ലാതെ ഒരു നോർമൽ ലൈഫ് അതിന് അത് വർത്തായിരിക്കും. എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ മാരീഡ് അല്ല, അതുകൊണ്ട് സിംഗിൾ ലൈഫ് ആയതുകൊണ്ട് അതുകൊണ്ട് പറ്റും. അല്ല ഇനിയിപ്പം ഫാമിലി ആയിട്ട് പോകുമ്പോൾ കുട്ടികളുടെ വിദ്യാഭ്യാസം അങ്ങനെയുള്ള ചെലവുകളെല്ലാം വരുമ്പോൾ നമുക്ക് ഒരു പർച്ചേസിംഗിന് പോകണമെങ്കിൽ പോലും അല്ലെ, പിന്നെ ആക്സിഡന്റിലായിട്ട് വരുന്ന എക്സ്പെൻസുകൾ വേറെ ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെ വരുവാണെങ്കിലും നടക്കില്ല. ഒരു മാസം 1000 രൂപ മതി. വീട്ടുകാർ നോക്കിക്കോളും. ഒരു മാസം 1000 രൂപ മതി. എന്റെ 1000 മതി, ബാക്കിയുള്ള വീട്ടുകാർ നോക്കിക്കോളും. ഞാൻ സിംഗിൾ ആണ്. ഓക്കെ. ഒരു ഫാമിലി ആയി കഴിഞ്ഞാൽ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? ഞാൻ ജീവിക്കാനാണെങ്കിൽ 30 ഉണ്ടെങ്കിൽ സെക്യൂർ ആവും. 30 ഉണ്ടെങ്കിൽ. ഇപ്പൊ പഠിക്കുകയാണോ? ഇപ്പൊ സ്റ്റുഡന്റ് ആണ്. ഓക്കെ. ആയിക്കൊണ്ട് 1000 അങ്ങനെയൊക്കെ മതി, ബാക്കിയുള്ള വീട്ടിൽ നോക്കിക്കോളും. ഓക്കെ. എന്നാൽ ഇപ്പൊ എന്താ എക്സ്പെൻസ് ആയിട്ട് കൂടുതലായിട്ട് വരുന്നത് ഏതൊക്കെ സെക്ഷനാണ്? പുറത്ത് പോകുമ്പോഴാണ്. പുറത്ത് ഔട്ടിങ് പിന്നെ പർച്ചേസിങ് അതിനൊക്കെ പോകുമ്പോൾ എക്സ്പെൻസീവ് ആയിട്ട് തോന്നും, വരുന്നുണ്ട്. അല്ലാതെ വീട്ടുകാർ നോക്കുന്നുണ്ട്, വീട്ടുകാരുടെ ചെലവിലായതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകും. വീട്ടുകാരെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്ത് പോകും. അപ്പൊ 1000 രൂപ മന്ത്ലി അവർ തരുന്നതാണോ? വീട്ടുകാർ തരുന്നതാണ്? വീട്ടുകാര് ഒരു വിചാരത്തില്ല, ആവശ്യത്തിന് തരും, ചോദിക്കുമ്പോൾ തരും. ശരി. ഒരു ജോബ് ആയി കഴിഞ്ഞാൽ ഇയാൾ എത്രയാണ് എക്സ്പെക്ട് ചെയ്യുന്നത്? 30. ബാച്ചിലർ ആണ്. സോ എനിക്ക് അങ്ങനെ വലിയ എക്സ്പെക്ടേഷൻ ഒന്നുമില്ല. എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 20,000-30,000 മാസം മതി. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഫാമിലി ലൈഫൊക്കെ ലീഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ചെലവുകളും കാര്യങ്ങളൊക്കെ വരും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു 30,000 മാക്സിമം എനിക്ക് അത്യാവശ്യം ചെലവ് എക്സ്പെൻസിന് 30,000 രൂപ എനിക്ക് മതി. എന്റെ പേഴ്സണൽ എന്റെ അത്യാവശ്യ കാര്യങ്ങളൊക്കെ പോകാം, ആ പൈസ മതി. ഒരു ഫാമിലി ആകുമ്പോൾ കുറച്ചും കൂടെ ഓഫ് കോഴ്സ് നമുക്ക് ഫാമിലി മെമ്പേഴ്സിന്റെ എണ്ണം എക്സ്പെൻസസ് കൂടും, പല ഇതായിരിക്കും. സോ അതുകൊണ്ട് ഇപ്പം എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും എനിക്ക്
ഇപ്പൊ ഇയാള് വർക്ക് ചെയ്യണോ? ഇപ്പൊ വർക്ക് ചെയ്യണം. ആ സാലറി സാറ്റിസ്ഫൈഡ് ആണോ? ഓഫ് കോഴ്സ് സാറ്റിസ്ഫൈഡ്. കുഴപ്പമില്ല, എന്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിൽ കൂടുതൽ പ്രതീക്ഷിക്കുന്നുണ്ടോ? ഇപ്പൊ ഇല്ല, കറന്റ് ഇല്ല. ഇപ്പൊ കാരണം എനിക്ക് ആ സാലറിയിൽ അത്യാവശ്യം കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ ഈ കൂടുതൽ പ്രതീക്ഷ ചിലപ്പോൾ അത്യാഗ്രഹം. ഇപ്പൊ അതുകൊണ്ട് എനിക്ക് അത്യാവശ്യം നന്നായിട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. ഹസ്ബൻഡും കൂടെ ഉള്ളതുകൊണ്ട് രണ്ടുപേരും കൂടെ ബാലൻസ് ചെയ്ത് പോകുന്നു. എന്നാലും ഒരു 25,000 ഒക്കെ ആകുന്ന ഒരു സമയം ആകുമ്പോഴത്തേക്കും കുറച്ചുകൂടി ബെറ്റർ ഉള്ള ലൈഫ് ലീഡ് ചെയ്യാന്ന് തോന്നുന്നു. അല്ലെ, ഫിനാൻഷ്യലി ഇപ്പൊ ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് മിഡിൽ ക്ലാസ് ഫാമിലി ആണ്. അപ്പത്തേക്കും ഒരുപാട് ക്രൈസിസ് ഉണ്ട് ഫൈനാൻഷ്യലി. ബാക്ക് സപ്പോർട്ട് കുറച്ചുകൂടി കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടി ബെറ്റർ ലൈഫ് ലീഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇപ്പോഴത്തെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ആയാലും അല്ലെ, ഈ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടല്ലേ? അപ്പോ ഇന്ന് ഇപ്പൊ ഒരുപാട് ലീഡ് ചെയ്യുന്ന ഒരു പ്രോസസിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഒരു ഫിനാൻഷ്യലി നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നമായിട്ട് വരുന്നത് ഹെൽത്ത് തന്നെയാണ്. ഹെൽത്ത് ഇഷ്യൂ അത് തന്നെയാണ് മെയിൻലി. ഇപ്പൊ എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം നമുക്കും ഉണ്ട് സ്വന്തമായി കുറെ അസുഖങ്ങൾ. അത് മാത്രമല്ല, പിന്നെ കുട്ടികളുടെ എഡ്യൂക്കേഷൻ ലെവലും അതുപോലെ തന്നെ. പഴയ പോലെ ഗവൺമെന്റ് അല്ലെ ഇപ്പൊ ട്രാവൽ എക്സ്പെൻസ്, പെട്രോളിന്റെ ഒക്കെ ചാർജ് അത് നല്ല രീതിയിൽ ഓവർകം ചെയ്യാൻ നല്ലൊരു പാടാണ്. ഇപ്പൊ പഴയ കാലത്തെ അപേക്ഷിച്ചല്ലേ ഒരുപാട് ഡിഫറന്റ് ആണ്. പണ്ട് 10 രൂപയ്ക്ക് വാങ്ങിച്ചിരുന്ന സാധനം ഇപ്പം 15, 20 അങ്ങനെ റേറ്റ് കയറി പോവാണ്. പ്രൊഫഷൻ ആയിരുന്നാലും അതുപോലെ തന്നെ. അപ്പൊ ഒരു ലോ ക്ലാസ്സിലുള്ളവർക്കൊന്നും ഇന്നത്തെ കാലത്ത് ടോളറേറ്റ് ചെയ്യാൻ ഭയങ്കര പാടാണ്. അപ്പൊ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് അല്ലേ? 20,000 രൂപയെങ്കിലും വേണം. ഒരു മാസം 20,000 രൂപ വേണം മിനിമം. എല്ലാ സാധനം വില കൂടുതലല്ലേ? ഞാനന്ന് ചായ കുടിക്കുമ്പോ ചായക്ക് 6 പൈസ, അറിയാമോ? 6 പൈസയാണ്. 6 പൈസ കേട്ടിട്ടുണ്ട്. 50 പൈസ അല്ല, 6 പൈസയായിരുന്നു ഞാൻ ചായ കുടിക്കുമ്പോ. ദോശക്ക് 2 പൈസ. ഇപ്പൊ ചായക്ക് എത്ര? 10, 12, 15. അതെ. എന്ന് പറയുന്നത് ഇവിടെ കച്ചവടം ഇല്ല. പൊതുവെ ഇവിടെ ആൾക്കാർ കുറവാ, ഉണ്ടെങ്കിലും കച്ചവടം ഇല്ല. ഒരു ദിവസം ഒരു 500 രൂപയ്ക്ക് പോലും ഞങ്ങൾക്ക് വിൽക്കണില്ല. അപ്പൊ ഞങ്ങൾക്ക് 500 രൂപയാണെങ്കിൽ 1000 രൂപ വരെ ചെലവാണ് വീട്ടുകളിൽ. കച്ചവടം ഉണ്ടെങ്കിൽ 500 അല്ല 1000 രൂപ കിട്ടും. ഇപ്പം പണ്ടത്തെ ഇതുപോലെ അല്ല. ഇപ്പോഴും സാമ്പത്തികമായി ഒരുപാട് ബുദ്ധിമുട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്നത്തെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. നല്ലൊരു എപ്പിസോഡുമായി അടുത്തും വീണ്ടും കാണുന്നത് വരെ സ്റ്റേ ട്യൂൺഡ്. ബൈ ബൈ.